ട്രെയിനിൽ പരിശോധന 11 ലക്ഷം രൂപയും 15.3 ലക്ഷം രൂപയുടെ വിദേശ നിർമ്മിത സിഗരറ്റുകൾ പിടികൂടി. എടാ സുമേഷേ, ഒരു ചായ താ. എന്നൊക്കെ പഠിപ്പിച്ചതിന്റെ ഉപകാരം അങ്ങനെയെങ്കിലും കിട്ടട്ടെ. നിന്നോട് ഞാൻ വിത്തോട്ട് ചോദിച്ചോ സുമേഷേ? അത് പിന്നെ പഞ്ചസാര തീർന്നു മാഷേ. പിന്നെ കരിമ്പുൽപ്പാലത്ത് 1ാം സ്ഥാനം UP അല്ലേ, വടക്കും തെക്കോട്ടെത്താൻ കുറെ സമയം എടുക്കുമല്ലോ. കറക്റ്റ്. ഒന്നും പറയല്ല, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇതേപോലൊരു സമരം ഇതുവരെ ആരും കണ്ടു കാണത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എടാ സുമേഷേ, ഒരു കട്ട തരട്ടോ. തോമസ് കുട്ടി മാഷേ, എന്തുണ്ട്, സുഖല്ലേ? സതീഷ, എവിടെയായിരുന്നു പരിപാടി? ഇന്ന് ലഹരിക്കെതിരെ ഒരു പൊരിഞ്ഞ പോരാട്ടം ഉണ്ടായിരുന്നു. ലക്ഷങ്ങളായിരുന്നു, ലക്ഷങ്ങൾ. 4-5 പേരുണ്ടെന്ന് എങ്ങനെ പറയാനാ? എന്നിട്ട് നീ മുക്തി നേടി കൊടുത്തോ? എന്താ സാറേ അങ്ങനെ ഒരു സംസാരം? നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ലഹരി മുക്ത കേരളം എന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ DPSP ആർട്ടിക്കിൾ 47 തന്നെ പറയുന്നുണ്ട് മാഷേ, നമ്മുടെ മദ്യനിരോധനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് നമ്മുടെ പൊതുജനാരോഗ്യം വർദ്ധിപ്പിക്കുക, ആൾക്കാരുടെ ന്യൂട്രീഷൻ ലെവൽ വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഉപഭോഗങ്ങൾ കുറയ്ക്കണം. അതാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് മദ്യനിരോധനം. നമ്മുടെ ഭരണഘടന പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മളത് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നടപ്പിലാക്കി എടുക്കും. ഡെഫിനറ്റ് ആണ്. നടക്കുക തന്നെ ചെയ്യും. അതൊക്കെ അതിന്റെ വഴിക്ക് താങ്ക് യു ഒളിയാ. സതീഷേ, അത് വിത്തൗട്ടാന്നേ മാഷേ. മധുരം എന്ന് പറയുന്ന ഒരു ലഹരിയാണ്. ഒരു തരത്തിലുള്ള ലഹരിക്കും നമ്മൾ അടിമപ്പെടാൻ പാടില്ല. വിത്തൗട്ടാണെങ്കിൽ എന്തുവാ സുമേഷ്, എന്തി പറയാനുണ്ടോ? അത് പിന്നെ മാഷേ, നമ്മൾ ഈ 2016 നവംബർ 8 നമ്മുടെ 8ന്റെ പണി 500ന്റെ 1000ന്റെ നോട്ട് നിർത്തലാക്കിയില്ലേ? അത് ശരിക്കും കള്ളപ്പണം തടയാനാണെങ്കിലും കള്ളപ്പണം തടയുന്നത് ലഹരി വിരുദ്ധത്തിന് കാരണമാവില്ലേ? അതെങ്ങനെ? അത് പിന്നെ ഈ ലഹരിയുടെയൊക്കെ ട്രാൻസാക്ഷൻ നടക്കുന്ന കള്ളപ്പണത്തിലൂടെ ആയിരിക്കില്ലേ, അല്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ പിന്നെ കള്ളപ്പണം കുറച്ച് നിർത്തലാക്കിയാലും ലഹരി വിരുദ്ധത്തിന് കാരണമാവൂലേ? ഞാൻ പറയാൻ പറ്റുന്ന പോയിന്റ് ആണ്, എനിക്ക് അറിയാമോ? ഞാൻ ചെക്ക് ചെയ്തോ. കറക്റ്റാ മാഷേ, കറക്റ്റാ. അല്ല പക്ഷെ വിരോധമല്ലേ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ? പറഞ്ഞോ. അതെ, നമ്മുടെ സുഖു വരുന്നുണ്ട്. ആകെ വള്ളി കേസാ, ഇപ്പൊ മൊത്തം കഞ്ചാവാ. അവൻ എന്തെങ്കിലും പറഞ്ഞു വിട്ടേക്കണേ. സാറേ സുഖു വരുന്നു. സുഖല്ലേടാ എനിക്ക്? സാറേ വളരെ പരിതാപകരമായിട്ടോ അവന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? എത്ര ചെറുപ്പക്കാരനാണ് ഇവനെ പോലെ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് മാറിയിട്ടുള്ളത്? എടാ, നീ ഒരു പൊതുപ്രവർത്തകനല്ലേ? അതെ. ഇവനെ പോലത്തെ ആളുകളൊക്കെ എന്താ ചെയ്യുക? മാഷ, അതിനു വേണ്ടി നമുക്ക് പദ്ധതികളുണ്ട്. ഉദാഹരണം, ഒരു വിമുക്തി ക്യാമ്പയിൻ ഉണ്ട്. ഇത് 14 ജില്ലകളിലുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു ആന്റി നർക്കോട്ടിക് സംസ്ഥാനമാക്കുക എന്നുള്ള ലക്ഷ്യം. അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പൊതുജനങ്ങൾക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ അവബോധം നൽകുക. കംപ്ലീറ്റ് ആയിട്ട് നർക്കോട്ടിക്സിന് എന്ത് ചെയ്യുക? നമ്മുടെ സംസ്ഥാനം തുടച്ചെടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഇവൻ നന്നാവോ? തീർച്ചയായും. എന്റെ സതീഷേ, ഇതുമായി ബന്ധപ്പെട്ട് എത്ര ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പറയാൻ മറന്നുപോയി. മങ്കി ഓൺ യുവർ ബാക്ക്, ഡച്ച് കറേജ്. ഡച്ച് അല്ല മാഷേ, ചൈന. കറുത്ത 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 ചൈന. സാറേ, സാറ് മറ്റേ കറുപ്പ് വ്യാപാരം പഠിച്ചിട്ടില്ലേ? പണ്ട് ചൈനയിലെ വ്യാപാരം തടയാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാര് ചൈനയിൽ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ചൈനയിലെ ജനങ്ങളെ മുഴുവൻ ലഹരിക്ക് അടിമയാക്കി. ഇന്നാണോ മാഷേ ലഹരി ഒരു പ്രശ്നം? ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ട് ഇതിന്നൊരു മാറ്റം വേണ്ട സുഖു? മാറും മാഷേ. മാഷില്ലേ, നീയില്ലേ, എല്ലാരും ഉണ്ട്, സർക്കാരും ഉണ്ട്. ഞാൻ മാറും.